Good morning all. Our cost accounting first chapter, Introduction to Cost Accounting. Cost accounting എന്താണ്, ഇതേപോലെ തന്നെ കോസ്റ്റ് അക്കൗണ്ടിങ്ങിന്റെ ഫീച്ചേഴ്സ് എന്താണ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് നമുക്ക് ഇൻട്രൊഡക്ഷൻ ആയിട്ട് നമുക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ളത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, കോർപ്പറേറ്റ് അക്കൗണ്ടിങ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിൽ നിന്നും വ്യത്യാസമായിട്ട് ഒരു കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സബ്ജക്ട് ഇത് വരാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഒരു പ്രൊഡക്റ്റ് ഉണ്ടായി കഴിഞ്ഞാൽ കോസ്റ്റ് പെർ യൂണിറ്റ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നമുക്ക് ഇതുവരെ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ ടോട്ടൽ പ്രോഡക്റ്റ് എത്ര സെയിൽ ചെയ്തു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷെ ഇവിടെ കോസ്റ്റ് എത്രയായി, ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ ഒരുപാട് മെറ്റീരിയൽ വേണം. അങ്ങനെ ഓരോ മെറ്റീരിയലും എത്രയായി കോസ്റ്റ് എന്നുള്ളത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിലൊന്നും നമുക്ക് സാധിക്കില്ല. കോർപ്പറേറ്റ് അക്കൗണ്ടിങ് വേറൊരു സൈഡാണ്, നമുക്ക് കമ്പനീസിന്റെ സൈഡായിട്ട് നമുക്ക് അങ്ങനെ ഒരു ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിലൂടെ നമുക്ക് സാധിക്കില്ല. അതിനു വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, കോസ്റ്റ് അക്കൗണ്ടിങ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഓക്കെ, അപ്പൊ നമുക്ക് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. ഈ ലിമിറ്റേഷൻസ് ഉള്ളത് കൊണ്ടാണ് നമുക്ക് കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ബ്രാഞ്ച് ക്രിയേറ്റ് ചെയ്തത്. ഫസ്റ്റ് നമ്മൾ പറയുന്നത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഇസ് എ പോസ്റ്റ്മോർട്ടം ഓഫ് പാസ്റ്റ് ഇവന്റ്സ്. അതായത് ഒരു വർഷത്തിൽ ഉണ്ടായിട്ടുള്ള ട്രാൻസാക്ഷൻസിന്റെ പോസ്റ്റ്മോർട്ടം. അതായത് ഒരാൾക്ക്, ഒരു എംപ്ലോയിക്ക് ഒരു വർഷം ഇത്ര സാലറി കൊടുത്തു കഴിഞ്ഞ കാര്യങ്ങൾ മാത്രമാണ് എന്തിലുള്ളൂ, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ ഉണ്ടായിരിക്കുള്ളൂ. ദെൻ ഒരു പ്രൊഡക്റ്റിൽ നിന്ന് എത്ര പ്രോഫിറ്റ് കിട്ടി, അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റിൽ നിന്ന് എത്ര നഷ്ടം വന്നു എന്നുള്ളതൊന്നും നമുക്ക് കണക്കാക്കാൻ സാധിക്കില്ല. ഒരു ജോലിയിൽ നിന്ന് നമുക്ക് നഷ്ടം വന്നിട്ടുണ്ടോ, ലാഭം വന്നിട്ടുണ്ടോ, ഒരു പ്രോസസ്സ് നടന്നു അതിൽ നിന്ന് നഷ്ടം വന്നിട്ടുണ്ടോ, ലാഭം വന്നിട്ടുണ്ടോ എന്നുള്ളതൊന്നും നമുക്ക് ഇവിടെ ചെക്ക് ചെയ്യാൻ സാധിക്കില്ല. അതെല്ലാം എന്തുകൊണ്ട് മാത്രമേ നടക്കുള്ളൂ, കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ കൂടി നമുക്ക് സാധിക്കുള്ളൂ. ദെൻ റിസോഴ്സസിനെ കൺട്രോൾ ചെയ്യുക എന്ന് പറയുന്നത് നടക്കില്ല. ഓർഗനൈസേഷണൽ എഫിഷ്യൻസി മെഷർ ചെയ്യാൻ സാധിക്കുന്നില്ല. ഓപ്പറേഷണൽ എഫിഷ്യൻസി എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ നമുക്ക് അറിയേണ്ടത് എന്താ, പ്രോഫിറ്റ് ആണോ ലോസ് ആണോ, എന്തുകൊണ്ട് പ്രോഫിറ്റ് ആയി, എന്തുകൊണ്ട് ലോസ് ആയി, അതില് ഒരു ഉത്തരം, കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം നൽകാൻ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന് സാധിക്കില്ല. ദെൻ ഒരു പ്രൈസ് ഫിക്സ് ചെയ്യാൻ, ഒരു പ്രൊഡക്റ്റിന്റെ പ്രൈസ് ഫിക്സ് ചെയ്യാൻ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ആ മെറ്റീരിയൽ അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ ഏതൊക്കെ തരത്തിലുള്ള മെറ്റീരിയൽ വന്നു, അതിന്റെയൊക്കെ കോസ്റ്റ് എത്രയാണ്, അതിന് വേസ്റ്റേജ് വരുന്നുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ നമുക്ക് നോക്കാൻ സാധിക്കില്ല. Then it does not provide data for comparison of cost. കോസ്റ്റ് കമ്പാരിസൺ നടത്തില്ല. കോസ്റ്റ് കമ്പാരിസൺ നടത്താനുള്ള ഒരു ഡാറ്റ എന്തിന് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുന്നില്ല, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന് സാധിക്കുന്നില്ല. ദെൻ നമുക്ക് ഡിസിഷൻ എടുക്കാൻ, മാനേജ്മെന്റിന് ഡിസിഷൻ എടുക്കാനുള്ള ലിമിറ്റഡ് ഇൻഫർമേഷൻ മാത്രമാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ നിന്ന് നമുക്ക് കിട്ടുന്നുള്ളൂ. അപ്പോ ചുരുക്കി പറഞ്ഞാൽ കോസ്റ്റ് അക്കൗണ്ടിങ്, നമുക്ക് ഒരു ഓർഗനൈസേഷൻ പ്രോഫിറ്റബിൾ ആവണമെങ്കിൽ നമുക്ക് ഏറ്റവും നല്ലത് അവിടെ കോസ്റ്റ് കുറയ്ക്കുക എന്നുള്ളതാണ്. കോസ്റ്റ് കുറയ്ക്കുക, വേസ്റ്റേജ് കുറയ്ക്കുക, ഇതാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. അത് ഒരിക്കലും ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിലൂടെ മാത്രം നമുക്ക് സാധിക്കില്ല. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ ട്രാൻസാക്ഷൻസ് നടന്നു കഴിഞ്ഞാൽ അതിന്റെ എമൗണ്ട് എഴുതുക എന്നല്ലാണ്ട് എങ്ങനെ നമുക്ക് കോസ്റ്റ് കുറക്കാം, ഒരു പ്രൊഡക്റ്റിന് എത്ര കോസ്റ്റ് ആയി, നമുക്ക് അത് എങ്ങനെ കുറക്കാം, എങ്ങനെ വേസ്റ്റേജ് കുറക്കാം എന്നുള്ള കാര്യങ്ങളൊന്നും ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് കൊണ്ട് സാധിക്കുന്നില്ല. സോ കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, കോസ്റ്റിംഗ് എന്താണ്, മീനിങ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് കോസ്റ്റിംഗ്. ഇപ്പൊ കോസ്റ്റിംഗ് എന്താണ് എന്നുള്ളത് നോക്കുക. ഫസ്റ്റ് അതിന്റെ മീനിങ് നോക്കുക. കോസ്റ്റിംഗ് എന്ന് പറയുന്നത് ഒരു പ്രൊഡക്റ്റിന്റെയോ അല്ലെങ്കിൽ സർവീസിന്റെയോ കോസ്റ്റ് എത്രയായി എന്നുള്ളത് ഏതെങ്കിലും തരത്തിലുള്ള മെത്തേഡ് ഉപയോഗിച്ചോ ടെക്നിക്ക് ഉപയോഗിച്ചോ കണ്ടെത്തുന്നതിനെയാണ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഒരു പ്രൊഡക്റ്റിന്റെയോ സർവീസിന്റെയോ കോസ്റ്റ് കണ്ടെത്തുക, അതിന് ഏത് ടെക്നിക്സും ഉപയോഗിക്കാം, ഏത് മെത്തേഡ്സും ഉപയോഗിക്കാം. ഇനി
അതിനൊരു ഡെഫിനേഷൻ എന്ന് പറയുന്നത് CIMA. CIMA എന്ന് വെച്ച് കഴിഞ്ഞാൽ ചാർട്ടേർഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് അക്കൗണ്ടൻസ്. ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ദ ടെക്നിക്സ് ആൻഡ് പ്രോസസ് ഓഫ് അസർട്ടൈനിങ് ദ കോസ്റ്റ് അസർട്ടൈൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ടെക്നിക്സിനെയും പ്രോസസ്സിനെയാണ് നമ്മൾ കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി കോസ്റ്റ് അക്കൗണ്ടിങ്, കോസ്റ്റ് അക്കൗണ്ടൻസി ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അതിന് കൺഫ്യൂഷൻ ആവാൻ പാടില്ല. കോസ്റ്റിംഗ് എന്ന് പറയുന്നത് അത് കണ്ടെത്തുന്നതാണ്, അതിൽ ഉപയോഗിക്കുന്ന ടെക്നിക്സ് അതേപോലെ തന്നെ മെത്തേഡ്സ് ഒക്കെയാണ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ദെൻ ഇനി കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് എന്താ? കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് നോക്കുക, it is the accounting for cost for preparing statement and a report for the purpose of managerial decision making. ഇനി ആ ടെക്നിക്സിനെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ സ്റ്റേറ്റ്മെന്റ് രൂപത്തിലാക്കിയിട്ട് അത് മാനേജറിയൽ ഡിസിഷൻ എടുക്കാൻ പാകത്തിലാക്കി കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. നേരത്തെ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടേ ഉള്ളൂ, ഇത് റിപ്പോർട്ട് രൂപത്തിലാക്കി അത് മാനേജ്മെന്റിന് നമ്മൾ കൊടുത്തു. ആ ഒരു റിപ്പോർട്ട് മാനേജ്മെന്റിന് ഡിസിഷൻ എടുക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് നോൺ ആസ് കോസ്റ്റ് അക്കൗണ്ടിങ്. ദെൻ അതിനൊരു ഡെഫിനേഷൻ നോക്കുക. കോസ്റ്റ് അക്കൗണ്ടിങ് അക്കോർഡിംഗ് ടു CIMA, കോസ്റ്റ് അക്കൗണ്ടിങ് ഈസ് ദാറ്റ് പാർട്ട് ഓഫ് മാനേജ്മെന്റ് അക്കൗണ്ടിങ് which establishes budgets and standard cost and actual cost of operations, processes, departments of products and the analysis of variance, profitability or social use of funds. കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് എന്താണ്? ഒരു മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന്റെ ഭാഗമാണ്. അത് എന്തൊക്കെ ചെയ്യുന്നുണ്ട്? ബഡ്ജറ്റ്സ്, സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ആക്ച്വൽ കോസ്റ്റ്, ബഡ്ജറ്റ് അറിയാലോ, ബഡ്ജറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് മുൻകൂട്ടി തീരുമാനിക്കുന്നതാണ്, എത്രയാവും എന്നുള്ള തീരുമാനിക്കുന്നത്. അതിന് നമ്മൾ സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യുന്നു. ആക്ച്വൽ കോസ്റ്റ് ഓഫ് ഓപ്പറേഷൻ, അപ്പൊ നമുക്ക് ഇപ്പൊ എത്ര ആക്ച്വലി നമ്മളത് ആ ഓപ്പറേഷൻ നടന്നു കഴിഞ്ഞു, ബഡ്ജറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഓപ്പറേഷൻ നടന്നു കഴിഞ്ഞു, ആ പ്രോസസ്സ് നടന്നു, ആ ഡിപ്പാർട്ട്മെന്റ്സിലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ആ പ്രോഡക്റ്റ് ഒക്കെ ഉണ്ടാക്കി. ഇനി എന്ത് ചെയ്യുന്നു? ആക്ച്വലും ബഡ്ജറ്റഡും തമ്മിലുള്ള അനാലിസിസ് നോക്കും. ദാറ്റ് ഈസ് അനാലിസിസ് ഓഫ് വാരിയൻസ്. എന്തെങ്കിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ? ബഡ്ജറ്റ് ചെയ്യുന്ന സമയത്ത് ബഡ്ജറ്റ് ചെയ്തതും ആക്ച്വൽ ആയിട്ട് വന്നതിലും കൂടുതലാണോ വന്നത്, കുറവാണോ വന്നത്? ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ 1,00,000 രൂപ ആവും എന്നുള്ളത് നമ്മൾ ബഡ്ജറ്റ് ചെയ്തു, പക്ഷെ 90,000 രൂപയായിട്ടുള്ളൂ. ദാറ്റ് ഈസ് അനാലിസിസ് ഓഫ് വാരിയൻസ്. അവിടെ നമുക്ക് വാരിയൻസ് വന്നു, 10,000 രൂപയുടെ വാരിയൻസ് വന്നു. പ്രോഫിറ്റബിലിറ്റി, സോഷ്യൽ യൂസ് ഓഫ് ഫണ്ട്, അപ്പൊ അവിടെ നമുക്ക് പ്രോഫിറ്റബിലിറ്റി ഉണ്ടായോ, അല്ലെങ്കിൽ നമ്മൾ ആ കിട്ടിയ ഫണ്ടിനെ നമ്മൾ സോഷ്യൽ യൂസിന് ഉപയോഗിച്ചോ, സൊസൈറ്റിക്ക് വേണ്ടി ഉപയോഗിച്ചു, ഇങ്ങനെയുള്ളതൊക്കെ കണ്ടെത്തുന്നതിനെയാണ് കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് അറിയപ്പെടുന്നത്. ക്ലിയർ? Then the next topic, that is the difference between costing and cost accounting. Costing ഉം cost accounting ഉം തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളത് നോക്കുക. ഫസ്റ്റ് കോസ്റ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അസർട്ടൈൻമെന്റ് ഓഫ് കോസ്റ്റ് ആണ്, കോസ്റ്റ് കണ്ടെത്തുക എന്നുള്ളതാണ്. കോസ്റ്റ് അക്കൗണ്ടിങ് ആണെങ്കിലോ റെക്കോർഡിംഗ് ഓഫ് കോസ്റ്റ്, അത് നമ്മൾ റെക്കോർഡ് രൂപത്തിലായി കഴിഞ്ഞാൽ, ബുക്സ് ഓഫ് അക്കൗണ്ട്സിന്റെ സ്റ്റേറ്റ്മെന്റ് രൂപത്തിലായി കഴിഞ്ഞാൽ കോസ്റ്റ് അക്കൗണ്ടിങ് ആയി. ദെൻ കോസ്റ്റിംഗിന് സ്കോപ്പ് നാരോ സ്കോപ്പ് ആണ്, പക്ഷേ കോസ്റ്റ് അക്കൗണ്ടിങ്ങിന് ബ്രോഡ് സ്കോപ്പ് ആണ്. അതായത് കോസ്റ്റ് അസർട്ടൈൻമെന്റും കോസ്റ്റ് റെക്കോർഡിംഗ് ഒക്കെ എന്തിലുണ്ടായിരിക്കും? കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ ഉണ്ടായിരിക്കും. ഈ ഒരു കോസ്റ്റിംഗ് കൂടി കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ ഉണ്ടായിരിക്കും. ഓക്കെ. Then the third difference, that is it involves classification of expense according to cost element. അതായത് നമുക്ക് എക്സ്പെൻസുകളെ ക്ലാസിഫൈ ചെയ്യുന്നു. എക്സ്പെൻസുകളെ ക്ലാസിഫൈ ചെയ്യുന്നത് കോസ്റ്റിന്റെ എലമെന്റ്സിനനുസരിച്ച്, കോസ്റ്റ് എലമെന്റ്സിനനുസരിച്ചാണ് അവിടെ ക്ലാസിഫിക്കേഷൻ വരുന്നത്. ഇനി കോസ്റ്റ് അക്കൗണ്ടിങ്ങിലാണല്ലോ അനാലിസിസ് ഓഫ് കോസ്റ്റ് ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് നെസസറി ഇൻഫർമേഷൻ, അവിടെ അനാലിസിസ് ആണ് വരുന്നത്. ഇവിടെ നമ്മൾ കോസ്റ്റിനെ ഓരോ ഡയറക്റ്റ് കോസ്റ്റ്, ഇൻഡയറക്റ്റ് കോസ്റ്റ് അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു, അങ്ങനെയാണ് കോസ്റ്റിങ്ങിനെ ക്ലാസിഫൈ ചെയ്യുന്നതെങ്കിൽ കോസ്റ്റ് അക്കൗണ്ടിങ്ങില് ഇതെല്ലാം അനലൈസ് ചെയ്യും. അനലൈസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, അതിന്റെ ആവശ്യമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യും. ദെൻ കോസ്റ്റിംഗ് നടത്തുന്നത് കോസ്റ്റ് അക്കൗണ്ടന്റ് ആണ്, കോസ്റ്റ് അക്കൗണ്ടിങ് നടത്തുന്നതോ കോസ്റ്റ് ക്ലർക്ക് ആണ്. ഓക്കെ. Then the next topic, that is scope of cost accounting. Cost accounting ലെ വരുന്ന ഫസ്റ്റ്
പറയുന്നതാണ് കോസ്റ്റ് റെക്കോർഡിംഗ് ഓർ കോസ്റ്റ് ബുക്ക് കീപ്പിംഗ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ പഠിച്ചതാണ് ബുക്ക് കീപ്പിംഗ്. അതേപോലെ തന്നെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന്റെ ബുക്ക് കീപ്പിംഗ് എന്ന് പറഞ്ഞത് എന്തായിരുന്നു? നമ്മൾ ജേണലിലും അതേപോലെ തന്നെ ലെഡ്ജറിലും ജേണലൈസ് ചെയ്യുക, ദെൻ അത് എന്ത് ചെയ്യുക, പോസ്റ്റ് ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യുക, അത് ട്രയൽ ബാലൻസ് ഉണ്ടാക്കുക. ഇതാണ് നമ്മൾ ശരിക്കും പറഞ്ഞ ബുക്ക് കീപ്പിംഗ് റെക്കോർഡിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതേപോലെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ നടക്കുന്നത് പോലെ തന്നെ നമുക്ക് കോസ്റ്റ് റെക്കോർഡിംഗ് നടത്തണം. ഓരോ ട്രാൻസാക്ഷൻസ് വരുമ്പോഴും അതെന്ത് ചെയ്യണം, അത് റെക്കോർഡ് ചെയ്യണം, അത് ഓരോ ലെഡ്ജറിലേക്കും നമ്മൾ പോസ്റ്റ് ചെയ്യണം. ഓക്കെ, ദെൻ സെക്കൻഡ് വൺ കോസ്റ്റ് ക്ലാസിഫിക്കേഷൻ. അങ്ങനെ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നടക്കുന്നത് കോസ്റ്റ് ക്ലാസിഫിക്കേഷൻ. കോസ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോന്നിനും വരുന്ന കോസ്റ്റ്, അതായത് മെറ്റീരിയലിന് വരുന്ന കോസ്റ്റ്, ലേബറിന് വരുന്ന കോസ്റ്റ്, വേറെ എക്സ്പെൻസുകൾ, ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം, കോസ്റ്റ് ക്ലാസിഫൈ നടത്തണം. അത് കഴിഞ്ഞിട്ട് കോസ്റ്റ് അസർട്ടൈൻമെന്റ്. കോസ്റ്റ് അസർട്ടൈൻമെന്റ് എന്ന് വെച്ചാല് ഓരോ പ്രൊഡക്റ്റ് ഉണ്ടാക്കാനും അല്ലെങ്കിൽ ഓരോ ജോലിയുടെയും അല്ലെങ്കിൽ ഒരു പ്രോസസ്സിന്റെയും എത്രയാണ് കോസ്റ്റ് വരുന്നത് എന്നുള്ളത് കണക്കാക്കുക. ദെൻ കോസ്റ്റ് അലോക്കേഷൻ. അങ്ങനെ കണക്കാക്കിയിട്ട് എന്ത് ചെയ്യണം, ഈ കോസ്റ്റ് അലോക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കോസ്റ്റ് നമ്മൾ കയ്യിൽ നമുക്ക് ഒരു കോസ്റ്റ് ഉണ്ടായിരിക്കും, ആ കോസ്റ്റ് ഓരോ ഡിപ്പാർട്ട്മെന്റിനും നമ്മൾ പ്രീ ഡിറ്റർമൈൻഡ് ബേസിസിൽ നമ്മൾ കൊടുക്കുകയാണ്. എക്സാമ്പിൾ പറഞ്ഞാല് നമുക്ക് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും, സർവീസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും. അപ്പൊ അവിടെ ഉപയോഗിക്കുന്ന സാധനങ്ങൾക്കൊക്കെ നമുക്ക് അറിയാലോ ഇത്ര കാര്യങ്ങളാണ് അവിടെ ഉള്ളത് എന്നുള്ളത് അറിയാലോ, ഇത്ര എംപ്ലോയീസ് ഉണ്ടാവും, അപ്പൊ അവർക്ക് ഇത്ര കോസ്റ്റ് ആവും. സർവീസ് ഡിപ്പാർട്ട്മെന്റിൽ കുറച്ച് എംപ്ലോയീസ് ഉള്ളു, അപ്പൊ അവർക്ക് ഇത്ര കോസ്റ്റ് ആവുള്ളൂ. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിൽ ഒരുപാട് മെഷീനറീസ് ഉണ്ട്, അപ്പൊ മെഷീനറിയുടെ അതിന് കോസ്റ്റ് കൂടും. സർവീസ് ഡിപ്പാർട്ട്മെന്റിൽ അത്ര മെഷീനറീസ് ഇല്ല, അപ്പൊ അവർക്ക് അത്രേ ഉണ്ടാവുള്ളൂ. അങ്ങനെ നമ്മൾ ഒരു പ്രീ ഡിറ്റർമൈൻഡ് ബേസിസിൽ മുൻകൂട്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, അലോക്കേറ്റ് ചെയ്യാം ഓരോ ഡിപ്പാർട്ട്മെന്റിനും. ഓക്കെ, ദെൻ കോസ്റ്റ് അനാലിസിസ്. നമുക്ക് ഇവിടെ കോസ്റ്റ് അനാലിസിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് ഇങ്ങനെയൊക്കെ കൊടുത്തു, ബഡ്ജറ്റ് ചെയ്ത് കൊടുത്തു, എത്രയാവും എന്നുള്ളത് കൊടുത്തു. ദെൻ അത് ഡീറ്റെയിൽഡ് ഇൻവെസ്റ്റിഗേഷൻ നടത്താണ്. എത്രയായി ആക്ച്വൽ കോസ്റ്റ്, ബഡ്ജറ്റഡ് കോസ്റ്റിനേക്കാളും എത്ര ഡിഫറൻസ് വന്നു എന്നുള്ളത് നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നതാണ് കോസ്റ്റ് അനാലിസിസ്. ദെൻ കോസ്റ്റ് കമ്പാരിസൺ. കോസ്റ്റ് കമ്പാരിസൺ എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു പ്രൊഡക്റ്റിന്റെയും ആക്ടിവിറ്റി ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എത്ര കോസ്റ്റ് വന്നു എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യാണ്, കമ്പയർ ചെയ്യുന്നതിനെയാണ് കോസ്റ്റ് കമ്പാരിസൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഒരേ സമയത്തുള്ള ഒരു കാര്യത്തിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അത് കമ്പയർ ചെയ്യുന്നത്. ദെൻ കോസ്റ്റ് കൺട്രോൾ. നമുക്കറിയാം പ്രോഫിറ്റബിൾ ആവണമെങ്കിൽ എന്താവണം, പ്രോഫിറ്റബിൾ ആവണമെങ്കിൽ കോസ്റ്റ് നമ്മൾ കൺട്രോൾ ചെയ്തേ പറ്റൂ. കോസ്റ്റ് കൺട്രോൾ നടത്തണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അത് എന്ത് ചെയ്യരുത്, ക്വാളിറ്റിയിൽ കുറവ് വരുത്താൻ പാടില്ല. ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ടെക്നിക്സ് അവൈലബിൾ ആണ്. ഇൻവെന്ററി കൺട്രോൾ, അതായത് മെറ്റീരിയൽ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് വേസ്റ്റേജ് ഇല്ലാണ്ട് നോക്കാം. പ്രൊഡക്റ്റ് കൺട്രോൾ, മെയിൻ ആയിട്ട് നമ്മൾ വേസ്റ്റേജ് കുറക്കുക എന്നുള്ളതാണ്. ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക. ബഡ്ജറ്ററി കൺട്രോൾ, അതായത് ബഡ്ജറ്റ് നമ്മൾ മാക്സിമം കോസ്റ്റ് നമ്മൾ കുറക്കാൻ നോക്കുക. സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്, ഇതൊക്കെ നമ്മൾ എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടെക്നിക്സ് ആണ്, കോസ്റ്റ് കൺട്രോൾ ചെയ്യാൻ ഉപയോഗിക്കുന്ന ടെക്നിക്സ് ആണ്. ദെൻ കോസ്റ്റ് ഓഡിറ്റ്. ലാസ്റ്റ് നമ്മൾ എന്ത് ചെയ്യാണ്, കോസ്റ്റ് ഓഡിറ്റ് നടത്താണ്. ദാറ്റ് ഈസ് എ വെരിഫിക്കേഷൻ ഓഫ് കോസ്റ്റ് അക്കൗണ്ട്സ്. അതായത് നമ്മൾ ഇതുവരെ പ്രിപ്പയർ ചെയ്തിട്ടുള്ള കോസ്റ്റ് അക്കൗണ്ട്സ് വെരിഫൈ ചെയ്യുന്നതാണ് കോസ്റ്റ് അക്കൗണ്ട്സ് എന്ന് പറയുന്നത്. കോസ്റ്റ് അക്കൗണ്ടന്റ് ആണ് നമ്മൾ കോസ്റ്റ് ഓഡിറ്റ് നടത്തുന്നത്. അത് കോസ്റ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അതിന് കുറച്ച് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്, പ്രിൻസിപ്പിൾസും സ്റ്റാൻഡേർഡ്സും ഉണ്ട്. ആ പ്രിൻസിപ്പിൾസിനനുസരിച്ച് സ്റ്റാൻഡേർഡിനനുസരിച്ച് തന്നെയാണോ കോസ്റ്റ് അക്കൗണ്ട്സ് നടത്തിയിട്ടുള്ളത് എന്ന് ചെക്ക് ചെയ്യുന്നതിനെയാണ് കോസ്റ്റ് ഓഡിറ്റ് എന്ന് പറയുന്നത്. വാട്ട് ഈസ് and the last one, cost reporting. കോസ്റ്റ് റിപ്പോർട്ടിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, മാനേജ്മെന്റിന്റെ ഡിസിഷൻ എടുക്കാൻ പാകത്തിൽ നമ്മൾ ഈ കോസ്റ്റ് അക്കൗണ്ട് അല്ലെങ്കിൽ കോസ്റ്റ് ഇൻഫർമേഷൻ പ്രിപ്പയർ ചെയ്യുന്നതിനെയാണ്, അതൊരു സ്റ്റേറ്റ്മെന്റ് രൂപത്തിൽ പ്രസന്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ കോസ്റ്റ് റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ? Then the next one, that is objectives or purpose of cost accounting. Cost accounting in the
പർപ്പസ് എന്താണ് അല്ലെങ്കിൽ അതിന്റെ ഒബ്ജക്റ്റീവ് എന്താണ് എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് വൺ, ടു അസർട്ടൈൻ കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് ഈച്ച് പ്രോഡക്റ്റ് ഓർ സർവീസ്. ഒരു പ്രൊഡക്റ്റോ അല്ലെങ്കിൽ ഒരു സർവീസിനോ ഉണ്ടാകുന്ന ഓരോ യൂണിറ്റ് കോസ്റ്റ് നമുക്ക് അസർട്ടൈൻ ചെയ്യാൻ സാധിക്കും. ദെൻ കോസ്റ്റ് കൺട്രോൾ ചെയ്യാം, സെല്ലിംഗ് പ്രൈസ് നിശ്ചയിക്കാം, പ്രോഫിറ്റ് ഓരോ ആക്ടിവിറ്റിയുടെയും പ്രോഫിറ്റ് നമുക്ക് കണ്ടെത്താൻ സാധിക്കും, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകൾ പ്രിപ്പയർ ചെയ്യാം, മാനേജ്മെന്റിന് ഡിസിഷൻ എടുക്കാൻ സഹായിക്കുന്നു. ദെൻ പ്രോഫിറ്റബിലിറ്റി, ഓരോ ഡിഫറെന്റ് പ്രോഡക്റ്റ്, ജോബ്, വർക്ക് ഓർഡേഴ്സ്. ചിലപ്പോ ഒരുപാട് പ്രോഡക്റ്റ് ഉണ്ടാക്കുന്ന ഒരു ബിസിനസ് ആണെങ്കിൽ ചില പ്രോഡക്റ്റ് മാത്രം പ്രോഫിറ്റബിൾ ആവും, ചില പ്രോഡക്റ്റ് ലോസ് ആയിരിക്കാം. അപ്പൊ അങ്ങനെ വർക്ക് ചെയ്യുന്നതാണെങ്കിലും അങ്ങനെ തന്നെ നമുക്ക് സർവീസുകൾ കൊടുക്കുന്ന സ്ഥാപനങ്ങൾ ഉണ്ടാവില്ല. അങ്ങനെ വരുന്ന സ്ഥാപനങ്ങളിൽ ചില ജോബ് എന്തായിരിക്കാം, അത് നഷ്ടത്തിലായിരിക്കാം, ചിലത് എന്തായിരിക്കാം ലാഭത്തിലായിരിക്കാം. അങ്ങനെയുള്ളതൊക്കെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. എഫിഷ്യൻസി കണ്ടെത്താൻ സാധിക്കും. കാരണം നമുക്ക് വേസ്റ്റേജ് മെയിൻ ആയിട്ട് ഒരു വർക്കറെ നിർത്തിയപ്പോ ഫസ്റ്റ് ടൈമിലൊക്കെ അയാളുടെ കയ്യിൽ നിന്ന് കുറെ വേസ്റ്റേജ് ഒക്കെ വരും, ചിലർ പിന്നീട് അത് എന്തായി വരും, അതൊക്കെ റെഡി ആയിട്ട്. അപ്പൊ അങ്ങനെ ഓരോരുത്തരുടെ എഫിഷ്യൻസി നമുക്ക് അളക്കാൻ സാധിക്കും, വേസ്റ്റേജ് റെഡ്യൂസ് ചെയ്യാം. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ കോസ്റ്റ് അക്കൗണ്ടിങ്ങിന്റെ ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ പർപ്പസ് ആയിട്ട് പറയുന്നത്. ഓക്കെ, മൂവിംഗ് ടു നെക്സ്റ്റ് ടോപ്പിക്, ദാറ്റ് ഈസ് ഫങ്ഷൻസ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ്. കോസ്റ്റ് അക്കൗണ്ടിങ്ങിന്റെ ഫങ്ഷൻസ് എന്താണ്? അപ്പൊ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരും. ഒന്ന്, ഓരോ പ്രൊഡക്റ്റിന്റെയും ജോബിന്റെയും പ്രോസസ്സിന്റെയും ഒക്കെ ആക്ച്വൽ കോസ്റ്റ് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ദെൻ കോസ്റ്റ് ഡാറ്റ പ്രൊവൈഡ് ചെയ്യാം, അതായത് പ്രൈസ് ഫിക്സ് ചെയ്യാന്, ഏതെങ്കിലും പുതിയ തരത്തിലുള്ള പോളിസി ക്രിയേറ്റ് ചെയ്യാന്, ഡിസിഷൻ എടുക്കാൻ, ഇങ്ങനെയൊക്കെ നമ്മൾ കോസ്റ്റ് ഡാറ്റ പ്രൊവൈഡ് ചെയ്യാം. സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്തുകൊണ്ട് അതേപോലെ തന്നെ കമ്പാരിസൺ നടത്തിക്കൊണ്ട് കോസ്റ്റിനെ കൺട്രോൾ ചെയ്യും. എഫിഷ്യൻസി, ഓരോ പ്രോഡക്റ്റിന്റെയും പ്രോസസ്സിന്റെയും അതേപോലെ തന്നെ ഡിപ്പാർട്ട്മെന്റിന്റെയും ഒക്കെ എഫിഷ്യൻസി മെഷർ ചെയ്യാം. പ്ലാനിങ്ങും ബഡ്ജറ്റിംഗും നടത്താനുള്ള ഒരു ടൂൾ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നു. സെല്ലിംഗ് പ്രൈസ് ഫിക്സ് ചെയ്യാം. അതേപോലെ തന്നെ ടെൻഡർ കൊട്ടേഷൻ എന്നൊക്കെ പറയുന്നത് എന്താണ്, നമ്മള് ഏറ്റെടുക്കണം, ഒരു ജോലി ഏറ്റെടുക്കണം. ആ ജോലി ഏറ്റെടുക്കുന്ന സമയത്ത് മുൻകൂട്ടിയിട്ട് നമ്മൾ പറയാണ്, അപ്പൊ നമുക്കൊരു കെട്ടിടം ഉണ്ടാക്കാൻ നമ്മൾ പറയും 10 ലക്ഷം രൂപയ്ക്ക് ആ കെട്ടിടം ഉണ്ടാക്കി തരാൻ പറ്റുന്നവരെ നമ്മൾ ക്ഷണിക്കും. അപ്പൊ ഏറ്റവും കുറഞ്ഞ ചെലവില് ആരാണോ നമ്മളെ സമീപിക്കുന്നത് അവർക്കാണ് നമ്മൾ ആ ജോലി കൊടുക്കുക. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണേ, ഒരു ജോലി നമ്മൾ ഏൽപ്പിക്കാൻ നമുക്ക് കോസ്റ്റ് അക്കൗണ്ടിങ് സഹായിക്കും. കാരണം നമുക്ക് ഓൾറെഡി അറിയാം ഇത്ര കോസ്റ്റ് ആയിട്ടുണ്ട്, ഇതുവരെ ഉണ്ടാക്കിയത് ഇത്ര കോസ്റ്റ് ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് അറിയാം ഇത്ര കോസ്റ്റിനുള്ളിൽ നമുക്ക് ഇനി ഒരു കെട്ടിടം ഉണ്ടാക്കാൻ പറ്റും അല്ലെങ്കിൽ എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്ക് അറിയുന്നത് എന്തുകൊണ്ടാണ്, ഇങ്ങനെ കോസ്റ്റ് അക്കൗണ്ടിങ് പ്രിപ്പയർ ചെയ്യുന്നത് കൊണ്ടാണ്. Okay, that is the functions of cost accounting. Then the next topic, that is merits or importance of cost accounting. ആദ്യത്തെ മെറിറ്റ് മാനേജ്മെന്റിനുള്ള മെറിറ്റ് ആണ്. ആദ്യം എന്ത് ചെയ്യുക, പ്രോഫിറ്റബിലിറ്റി ഏതാണ്, പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ആക്ടിവിറ്റി ഏതാണ്, നോൺ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ആക്ടിവിറ്റി ഏതാണെന്നുള്ളത് കണ്ടെത്താൻ സാധിക്കും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അൺപ്രോഫിറ്റബിൾ ആയിട്ടുള്ള ആക്ടിവിറ്റിയെ നമുക്ക് ഒഴിവാക്കാം. പിന്നീട് പറയുന്നത് ഡിസിഷൻ എടുക്കാൻ, മാനേജ്മെന്റിന് ഡിസിഷൻ എടുക്കാൻ ഈ കോസ്റ്റ് അക്കൗണ്ടിങ്ങിലുള്ള ഡാറ്റ നമ്മൾ ഉപയോഗിക്കും. ഓക്കെ, കോസ്റ്റ് അക്കൗണ്ടിങ് മെറ്റീരിയൽ കൺട്രോൾ ചെയ്യാം, ലേബേഴ്സിനെ കൺട്രോൾ ചെയ്യാം, അതേപോലെ തന്നെ ഓവർ ഹെഡ് കോസ്റ്റ് അതായത് ഇൻഡയറക്റ്റ് കോസ്റ്റുകളെ ഒക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ കോസ്റ്റ് അക്കൗണ്ടിങ് സാധിക്കും. എങ്ങനെയൊക്കെയാണ്, ഏതൊക്കെ ടെക്നിക്ക് ഉപയോഗിച്ചിട്ട് നമുക്കത് കൺട്രോൾ ചെയ്യാം? ബഡ്ജറ്റിങ്ങും അതേപോലെ തന്നെ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇതെല്ലാം കൺട്രോൾ ചെയ്യാം. ദെൻ കോസ്റ്റ് അക്കൗണ്ടിങ് നമുക്ക് വേസ്റ്റേജ് കുറക്കാൻ സാധിക്കും, അല്ലെ? ഐഡിയൽ ടൈം, വെറുതെ നിൽക്കുന്ന സമയങ്ങള്, ഐഡിയൽ ടൈം ഒക്കെ നമുക്ക് ഇനി പഠിക്കാനുണ്ട്. ഓരോ ചാപ്റ്ററിലും നമുക്ക് ഈ കോസ്റ്റ് കൺട്രോൾ എങ്ങനെ ചെയ്യും എന്നുള്ളത് നമുക്ക് പഠിക്കാം. ദെൻ കോസ്റ്റ് അക്കൗണ്ടിങ് മാനേജ്മെന്റിന് സെല്ലിംഗ് പ്രൈസ് ഫിക്സ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. ദെൻ
ഓർഗനൈസേഷണൽ എഫിഷ്യൻസി കോസ്റ്റ് അക്കൗണ്ടിങ്ങിലൂടെ മെഷർ ചെയ്യാം. Then the last one, പെർഫോമൻസ്, ഓരോ ഡിവിഷന്റെയും പെർഫോമൻസ് എത്രയുണ്ട്, ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെ പെർഫോമൻസ് എത്രയുണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് ഇതിലൂടെ കാൽക്കുലേറ്റ് ചെയ്യാം, കോസ്റ്റ് അക്കൗണ്ടിങ് വഴി കാൽക്കുലേറ്റ് ചെയ്യാം. ദെൻ അപ്പൊ ഇത്രയാണ് നമ്മുടെ മാനേജ്മെന്റിന് പറഞ്ഞിട്ടുള്ള മെറിറ്റ്സ്. അതേപോലെ തന്നെ എംപ്ലോയീസിന് ഇത്തിരി മെറിറ്റ് ഉണ്ട്. എന്തൊക്കെയാണ് എംപ്ലോയീസിനുള്ള മെറിറ്റ്? ഇൻസെന്റീവ് സ്കീം, ബോണസ് പ്ലാന്, ഇങ്ങനെയുള്ള കാര്യങ്ങള് കോസ്റ്റ് അക്കൗണ്ടിങ് ഫെസിലിറ്റേറ്റ് ചെയ്യുന്നു. കാരണം എന്തുകൊണ്ടാ? കോസ്റ്റ് അക്കൗണ്ടിങ്ങിലൂടെ നമുക്ക് ഓരോ എംപ്ലോയിയുടെ എഫിഷ്യൻസി അളക്കാൻ നമുക്ക് സാധിക്കും. ദെൻ അതിന്റെ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് പ്രോഫിറ്റബിൾ ആവും. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു എംപ്ലോയിക്കും കൂടുതൽ ഇൻസെന്റീവ്സ് കിട്ടുമ്പോൾ അവരുടെ പെർഫോമൻസിന് വ്യത്യാസം വരുത്താൻ സാധിക്കും. ഇല്ലേ, നമുക്ക് ഞാനൊരു എംപ്ലോയി ആണെങ്കിൽ എനിക്ക് കൂടുതൽ സാലറി തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒന്നുകൂടി സാറ്റിസ്ഫൈഡ് ആയി ഞാൻ നന്നായി വർക്ക് ചെയ്യും. അപ്പൊ ഇതേപോലെ തന്നെ ഇങ്ങനെ കോസ്റ്റ് അക്കൗണ്ടിങ് വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് എംപ്ലോയിക്കുള്ള ഒരു മെറിറ്റ് ആണ്, അവർക്ക് ഇൻസെന്റീവ് പ്ലാൻസ് കിട്ടുന്നു. ദെൻ നല്ലൊരു വേജ് പ്ലാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യും. അതേപോലെ തന്നെ പ്രൊഡക്ടിവിറ്റി, പ്രോഫിറ്റബിലിറ്റി, പ്രോസ്പെരിറ്റി, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നല്ല കോസ്റ്റ് അക്കൗണ്ടിങ് ഉപയോഗിച്ചുകൊണ്ട് സാധിക്കും. കാരണം ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ, പ്രോസ്പെരിറ്റി ഒക്കെ വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് അത് വർക്കേഴ്സിന് നല്ല വേജസ്, അതേപോലെ തന്നെ ജോബ് സെക്യൂരിറ്റി കിട്ടാൻ സാധിക്കും. ദെൻ മിസ്അണ്ടർസ്റ്റാൻഡിങ്, വർക്കേഴ്സ്, അപ്പൊ എവിടെ വർക്കേഴ്സ് ഉണ്ടെങ്കിലും അവിടെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുടെ ഡിസ്പ്യൂട്ട്സ് ഒക്കെ ഉണ്ടായിരിക്കും. അപ്പൊ ആ ഡിസ്പ്യൂട്ട്സ് ഒക്കെ കുറച്ചൊക്കെ മിനിമൈസ് ചെയ്യാൻ എന്തുകൊണ്ട് സാധിക്കും? കോസ്റ്റ് അക്കൗണ്ടിങ് കൊണ്ട് സാധിക്കും. കാരണം അവിടെ എഫിഷ്യൻസി ഒക്കെ നമുക്ക് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അത് അവർക്കത് മനസ്സിലാക്കി കൊടുക്കാൻ നമുക്ക് സാധിക്കും. അപ്പൊ എത്രയാണ് നമുക്ക് എംപ്ലോയീസിന് വരുന്ന മെറിറ്റ്സ്. ഓക്കെ, നെക്സ്റ്റ് മെറിറ്റ്സ് ടു ക്രെഡിറ്റേഴ്സ് ആൻഡ് ഇൻവെസ്റ്റേഴ്സ്. അതായത് നമുക്ക് പണം കടം തരുന്നവരും അതേപോലെ തന്നെ നമ്മുടെ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്കുള്ള മെറിറ്റ്. ആദ്യം എന്ത് ചെയ്യാം, നമ്മുടെ ബിസിനസ്സിന്റെ സോൾവൻസി, പ്രോഫിറ്റബിലിറ്റി, ഫ്യൂച്ചർ പ്രോസ്പെരിറ്റി, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കോസ്റ്റ് അനലൈസ് ചെയ്യാൻ സാധിക്കും. കാരണം പ്രോഫിറ്റബിൾ ആണെങ്കിൽ മാത്രമേ, ഇനി പ്രോഫിറ്റബിൾ ആവുന്നുണ്ടെങ്കിൽ മാത്രമേ അവർ ഇൻവെസ്റ്റ്മെന്റ് നടത്തൂ, അല്ലെങ്കിൽ നമുക്ക് ഇനി കടങ്ങൾ തരൂ. സോൾവൻസി നമ്മൾ ക്രിയേറ്റ് ചെയ്യുക, സോൾവെന്റ് ആവും, ഇൻസോൾവെന്റ് ആവും എന്നുള്ളത് കണ്ടു കഴിഞ്ഞാൽ അവരത് വേഗം പിൻവലിക്കും. അങ്ങനെ അപ്പൊ നമുക്ക് അതിന്റെ സോൾവൻസി നമുക്ക് നിലനിർത്താനും അതേപോലെ തന്നെ പ്രോഫിറ്റബിലിറ്റി, ഫ്യൂച്ചർ പ്രോസ്പെരിറ്റി, ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ക്രെഡിറ്റേഴ്സും ഇൻവെസ്റ്റേഴ്സും നമ്മുടെ ബിസിനസ്സിൽ നിലനിൽക്കൂ. ദെൻ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ പറയുന്നതാണ് ക്യാപിറ്റൽ എംപ്ലോയിഡ്, അതായത് ഇവര് തന്നിട്ടുള്ള ക്യാപിറ്റൽ, അത് ലോൺ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് ആയിക്കോട്ടെ, എഫക്റ്റീവ് ആയിട്ട് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്, യാതൊരു തരത്തിലുള്ള വേസ്റ്റേജും അവിടെ വരുത്തുന്നില്ല എന്നുള്ളത് അവർക്ക് ഉറപ്പുവരുത്താൻ സാധിക്കും. ദെൻ ക്രെഡിറ്റ് വർത്തിനെസ്, ക്രെഡിറ്റ് വർത്തിനെസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ക്യാഷ് കടം കൊടുത്തിട്ടുണ്ട്, കടം തിരിച്ചടക്കാനുള്ള കഴിവുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാം. ഫിനാൻഷ്യൽ സൗണ്ട്നെസ് ഓഫ് ഫേം, അതായത് കയ്യില് ബിസിനസിന്റെ കയ്യിൽ പൈസ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാനും കോസ്റ്റ് അക്കൗണ്ടിങ് കൊണ്ട് സാധിക്കും. ദെൻ കോസ്റ്റ് അക്കൗണ്ടിങ് പറയുന്ന ഒരു കാര്യമാണ് കോസ്റ്റ് കൺട്രോൾ ചെയ്യാൻ സഹായിക്കും. കോസ്റ്റ് കൺട്രോൾ ചെയ്താലേ പ്രോഫിറ്റബിൾ ആവുള്ളൂ. അങ്ങനെ പ്രോഫിറ്റബിൾ ആയാലേ ഇൻവെസ്റ്റേഴ്സിന് അതുകൊണ്ട് ബെനിഫിറ്റ് ഉണ്ടാവുള്ളൂ. അപ്പൊ ഇതെല്ലാം കോസ്റ്റ് അക്കൗണ്ടിങ്ങിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. നെക്സ്റ്റ് മെറിറ്റ് എന്ന് പറയുന്നത് ഗവൺമെന്റിനുള്ള മെറിറ്റ് ആണ്. അപ്പൊ എന്തായാലും അറിയാലോ, ഗവൺമെന്റിനുള്ള മെറിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എക്സ്പോർട്ട്, ഇമ്പോർട്ട്, അതേപോലെ തന്നെ ടാക്സേഷൻ, പ്രൈസ് കൺട്രോൾ മെഷേഴ്സ്, വേജ് ഫിക്സേഷൻ, അതായത് ഒരു ബിസിനസ്സിൽ പറയുന്ന പോളിസികള്, അതിൽ നടപ്പിലാക്കേണ്ട പോളിസികള്, ഗവൺമെന്റ് റെഗുലേഷൻസ് കൊണ്ടുവരേണ്ട പോളിസികള്, ഇതൊക്കെ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് ഗവൺമെന്റിന് മനസ്സിലാക്കണമെങ്കിൽ കോസ്റ്റ് അക്കൗണ്ടിങ് മൂലം നമുക്ക് സാധിക്കും. കാരണം എത്രത്തോളം എക്സ്പോർട്ട് ചെയ്യാം, എത്ര ഇമ്പോർട്ട് ചെയ്യേണ്ടി വരും, എത്രയാണ് അതിന് ടാക്സ് കൊടുക്കേണ്ടി വരും, ഇങ്ങനെ ഓരോ കാര്യങ്ങളിലും ഈ കോസ്റ്റ് അക്കൗണ്ടിങ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, പോളിസികൾ ക്രിയേറ്റ് ചെയ്യാം. ഗവൺമെന്റിനുള്ള ഒരു മെറിറ്റ് ആണ്. ദെൻ നെക്സ്റ്റ് വൺ, നാഷണൽ പ്ലാനുകളും ബഡ്ജറ്റുകളും പ്രിപ്പയർ ചെയ്യുന്നത് ആരാണ്? ഗവൺമെന്റ് ആണ്. അപ്പൊ അങ്ങനെ അവർക്ക് അത് പ്രിപ്പറേഷന് എളുപ്പമാവും. കോസ്റ്റ് അക്കൗണ്ടിങ്
എക്സൈസ് ഡ്യൂട്ടി, സെയിൽസ് ടാക്സ്, ഇതൊക്കെ എത്ര ഉണ്ട് എന്നുള്ളത് നമുക്ക് കോസ്റ്റ് അക്കൗണ്ടിങ്ങിലൂടെ തന്നെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ദെൻ പബ്ലിക് സെക്ടർ എന്റർപ്രൈസസ് കോസ്റ്റ് അക്കൗണ്ടിങ് കൃത്യമായിട്ട് എഫിഷ്യന്റ് ആയിട്ട് പബ്ലിക് സെക്ടർ എന്റർപ്രൈസസിലെ ഗവൺമെന്റിനെ കൊണ്ടുവരാൻ സാധിക്കും. ഇത്രയാണ് നമ്മുടെ ഗവൺമെന്റിനുള്ള മെറിറ്റ് ആയിട്ട് പറയുന്നത്. ദെൻ മെറിറ്റ് ടു സൊസൈറ്റി, ദാറ്റ് ഈസ് ദ ലാസ്റ്റ് മെറിറ്റ്. കോസ്റ്റ് അക്കൗണ്ടിങ് ആദ്യം നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് വേസ്റ്റേജ് കുറക്കുക. വേസ്റ്റേജ് കുറച്ചു കഴിഞ്ഞാൽ അവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് കോസ്റ്റ് കുറയും. കോസ്റ്റ് കുറഞ്ഞാൽ ആ പ്രൊഡക്റ്റ് ലോ പ്രൈസില്, ലോ പ്രൈസ് എന്നല്ല പറയാം, റീസണബിൾ പ്രൈസിൽ ആർക്ക് കിട്ടും? കൺസ്യൂമേഴ്സിന് കിട്ടും. അതിന്റെ ക്വാളിറ്റി യാതൊരു കുറവുണ്ടായിരിക്കില്ല. ക്വാളിറ്റി പ്രോഡക്റ്റ് ആയിട്ട് റീസണബിൾ പ്രൈസിൽ തന്നെ കൺസ്യൂമേഴ്സിന് കിട്ടും. ദെൻ മാനേജറിയൽ ആൻഡ് ഓപ്പറേഷണൽ എഫിഷ്യൻസി കോസ്റ്റ് അക്കൗണ്ടിങ്ങിന് കൊണ്ടുവരാൻ സാധിക്കും. കോസ്റ്റ് അക്കൗണ്ട് ഉപയോഗിച്ച് സാധിക്കും. ദെൻ അതേപോലെ തന്നെ കോസ്റ്റ് റിഡക്ഷൻ, കോസ്റ്റ് കുറക്കാനും അതേപോലെ തന്നെ ആ കോസ്റ്റ് സേവ് ചെയ്യാനും ഉപയോഗിക്കാം. കാരണം അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും? നമുക്ക് ഒരു ഇൻഫ്ലേഷൻ ഒക്കെ നമുക്ക് തടയാൻ സാധിക്കും. ദെൻ കോസ്റ്റ് അക്കൗണ്ടിങ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യുന്നു. ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്തായിട്ട് പറയുന്നത്? സൊസൈറ്റിയുടെ മെറിറ്റ് ആയിട്ട് പറയുന്നത്. ഈ 4 മെറിറ്റ് ആണ് നമുക്ക് സൊസൈറ്റിക്കുള്ള മെറിറ്റ് ആയിട്ട് കണക്കാക്കുന്നത്. ഓക്കെ. Then next topic, that is demerits or disadvantages of cost accounting. കോസ്റ്റ് അക്കൗണ്ടിങ്ങിന്റെ ലിമിറ്റേഷൻ ആയിട്ട് പറയുന്നതാണ് that is counting, cost accounting lack of uniformity. എന്തുകൊണ്ട് lack of uniformity എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫറെന്റ് മെത്തേഡ്സ് ആണ് ഉപയോഗിക്കുന്നത്, ഡിഫറെന്റ് ടെക്നിക്സ് ആണ് ഉപയോഗിക്കുന്നത്. ഓരോ ജോബിനാണെങ്കിൽ ഒരു മെത്തേഡ് ആയിരിക്കും ഉപയോഗിക്കുക, അല്ല പ്രൊഡക്റ്റിന്റെ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനാണെങ്കിൽ വേറെ ആയിരിക്കും ഉപയോഗിക്കുക, ഒരു പ്രോസസ്സിന്റെ കാൽക്കുലേറ്റ് ചെയ്യാനാണെങ്കിൽ വേറെ മെത്തേഡ് ആയിരിക്കും ഉപയോഗിക്കുക. അങ്ങനെ ഓരോ മെത്തേഡും അല്ലെങ്കിൽ ഓരോ ടെക്നിക്സിന്റെ യൂണിഫോം ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പിൾ അല്ല വരുന്നത്. അതുകൊണ്ട് നമുക്ക് ഓരോന്നിന്റെയും ആക്യുറേറ്റ് ആയിട്ടുള്ള കോസ്റ്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ദെൻ കോസ്റ്റ് അക്കൗണ്ടിങ് ഡിസിഷൻ എടുക്കാൻ സാധിക്കും, പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ അതിനുള്ള സൊല്യൂഷൻ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കോസ്റ്റ് അക്കൗണ്ടിങ്ങിനെ ഉപയോഗിക്കാൻ സാധിക്കില്ല. ദെൻ കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഒരു സ്ഥാപനത്തിൽ കൊണ്ടുവരാൻ ഒരുപാട് ചെലവുകളുണ്ട്. ഹെവി എക്സ്പെൻഡിച്ചർ ആണ്. ഒരു കോസ്റ്റ് അക്കൗണ്ടന്റ് വേണം, അതിനുള്ള ഒരുപാട് എംപ്ലോയീസ് വേണം, അപ്പൊ അത് എക്സ്പെൻഡിച്ചർ കൂടുതലാണ്. ദെൻ ഒരു പർപ്പസിന് കോസ്റ്റ് കമ്പ്യൂട്ട് ചെയ്തത് പ്രോഡക്റ്റിന്റെ കോസ്റ്റ് പെർ യൂണിറ്റ് കണക്കാക്കാനാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മളത് ഒരു കോൺട്രാക്ടിന്റെ പ്രോഫിറ്റ് കിട്ടാൻ ഉപയോഗിക്കുന്നതിന് വേറെ കോസ്റ്റിംഗ് ഉപയോഗിക്കണം. ഇനി ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ 3-4 പ്രോസസ്സ് ഉണ്ട്, ആ 3-4 പ്രോസസ്സിൽ നിന്നും എങ്ങനെ പ്രോഫിറ്റബിൾ ആവണം എന്നുള്ളത് വേറെ മെത്തേഡ് ആയിരിക്കും ഉപയോഗിക്കുക. അങ്ങനെ ഒരു മെത്തേഡിന് ഒരു കാര്യത്തിന് ഉപയോഗിച്ച കോസ്റ്റിംഗ് നെക്സ്റ്റ് കാര്യത്തിന് ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കില്ല. എല്ലാത്തിനും പ്രത്യേകം ടെക്നിക്സും മെത്തേഡ്സും ആണ് ഉള്ളത്. ദെൻ അതേപോലെ തന്നെ ട്രേഡിംഗ് കൺസേൺ, നമുക്ക് പ്രൊഡക്ഷൻ നടത്തുന്നതല്ലാതെ ട്രേഡിംഗ് നടത്തുന്ന ഒരു കൺസേൺ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒന്നല്ല കോസ്റ്റ് അക്കൗണ്ടിങ്. ഇനി ചെറിയ എന്റർപ്രൈസ് ആണെങ്കിലും ആ പ്രൊഡക്ഷൻ നടത്തുന്നതാണ്, ചെറിയ എന്റർപ്രൈസ് ആണെങ്കിലും അതും സ്യൂട്ടബിൾ അല്ല. Then the last one, cost accounting is based on assumptions and presumptions. അതായത് നമുക്ക് എന്തുണ്ട്, ഒരുപാട് അസംഷൻസ് ഉണ്ട്, അസംഷൻസും ഉണ്ട് അതേപോലെ തന്നെ പ്രിസംഷൻസും ഉണ്ട്. എന്താ പ്രിസംഷൻ? അതായത് കുറച്ച് ഊഹങ്ങള്, അസംഷൻസ് ആൻഡ് പ്രിസംഷൻസ്, ഊഹങ്ങൾ ഉണ്ടായിരിക്കും, മുൻകൂട്ടിയിട്ടുള്ള ഊഹങ്ങള്. അപ്പോ ഇത് ചിലപ്പോ എന്താവണമെന്നില്ല, അത് ആക്യുറേറ്റ് ആവണം എന്നില്ല, ചിലപ്പോ അത് കറക്റ്റ് ആയിട്ട് നടക്കണം എന്നില്ല. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഡിസഡ്വാൻറ്റേജ് ആയിട്ട് നമ്മുടെ കോസ്റ്റ് അക്കൗണ്ടിങ്ങിന് പറയാനുള്ളത്. ഓക്കെ, ക്ലിയർ ആയിട്ട് ഇപ്പൊ കോസ്റ്റ് അക്കൗണ്ടിങ്ങിന്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞത്. എന്താണ് കോസ്റ്റ് അക്കൗണ്ടിങ്, അതിന്റെ ഒബ്ജക്റ്റീവ്സ്, ഫങ്ഷൻസ്, അഡ്വാൻറ്റേജസ് ആൻഡ് ലിമിറ്റേഷൻസ്. ഓക്കെ, താങ്ക് യു.